സൗജന്യ യൂണിഫോം വിതരണത്തിൽ വീഴ്ച സമ്മതിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 2 ദിവസത്തിനുള്ളിൽ സ്കൂൾ യൂണിഫോം വിതരണം പൂർത്തിയാക്കും. 90% യൂണിഫോമും വിതരണത്തിന് തയ്യാറായെന്നും എയ്ഡഡ് സ്കൂളുകൾക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. സംസ്ഥാനത്ത് സൗജന്യ യൂണിഫോം പദ്ധതി പാളിയ വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. നിങ്ങളുടെ വിമർശനം കുറച്ചുകൂടെ പരിശോധിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനും ആ വിമർശനം ഞങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇന്നലെ റിവ്യൂ നടത്തിയ അവസരത്തിൽ 90% വരുന്ന യൂണിഫോം കൊടുത്തു കഴിഞ്ഞു. 1200 രൂപ വില വരുന്ന 2 ജോഡി യൂണിഫോമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുന്നത്. കൈത്തറി മുഖാന്തരം LP ക്ലാസുകളിലേക്ക് നൽകുന്ന യൂണിഫോം 90% വിതരണത്തിന് തയ്യാറായതായും മന്ത്രി അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുറവ് ഇത്തവണ പരിഹരിക്കുമെന്നും മന്ത്രി. ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തെ കുറവ് പരിഹരിച്ചുകൊണ്ട് യൂണിഫോം കുടിശ്ശിക അടക്കം കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി അതിന് ആവശ്യമായ ഏതാണ്ട് 30 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതേസമയം പ്രവേശനോത്സവം 3-ാം തീയതി തന്നെ നടത്തുമെന്നും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.